നമ്മുടെ ചെറിയൊരു സംരംഭം. അതായത് പപ്പ പറഞ്ഞ പോലെ വയ്യാതായിരുന്ന സമയത്ത് പുള്ളി ജിമ്മിൽ വർക്കൗട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് തോന്നിയൊരു കാര്യമാണ് ഒരു ജിമ്മ് നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അതാകുമ്പോൾ വെറുതെ മെമ്പർഷിപ്പ് ഫീസ് കൊടുത്തിട്ട് പിന്നെ പോകാതിരിക്കുന്നതിനും പകരം ബാക്കിയുള്ളവർ അവിടെ ഒന്ന് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാനോ എന്നുള്ളൊരു മൈൻഡിൽ തുടങ്ങിയതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ ഇറങ്ങിയ സമയത്തും ഉദ്ഘാടനം ഒരുമിച്ചായത് എങ്ങനെയാണ്? അത് ഭയങ്കര ദൈവാനുഗ്രഹം അല്ലെങ്കിൽ ഒരു അത്ഭുതം. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്നാണ് ഈ പറയാം. അതായത് പുറത്തായതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് ഇന്ന് തന്നെ കിട്ടിയൊരു ഭാഗ്യമാണ്. കൃത്യം ഞാൻ ഔട്ടായി നാട്ടിലെത്തിയ അതേ ദിവസം തന്നെയാണ് ഇവർ നേരത്തെ ഉദ്ഘാടനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് രണ്ടൊരു കോയിൻസിഡൻസ് ആയിട്ട് കിട്ടി. അതിന് സന്തോഷമുണ്ട്. ഞാനല്ലല്ലോ, ഇത് റോജി ചേട്ടനാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെയ്യാം. ജിൻഡോ വന്നു കഴിഞ്ഞാൽ ജിൻഡോനെ കൊണ്ട് കൊണ്ടുവരുമോ? ഉറപ്പായിട്ടും. ഇതാണ് പറഞ്ഞ പോലെ ഇതാണ് നമ്മുടെ ജിൻഡോ ചേട്ടൻ പറഞ്ഞ ജിമ്മ്. പല അവസരങ്ങളിലും തല്ലുപിടിക്കുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുപോരിൽ പറഞ്ഞിരുന്ന ആ ജിമ്മാണ് ഈ ജിമ്മ്. അതായത് നമ്മൾ തുടങ്ങും എന്ന് പറഞ്ഞിരുന്ന ജിമ്മാണ് ഈ ജിമ്മ്. അപ്പോൾ ജിൻഡോ ചേട്ടൻ വരുമ്പോൾ ഉറപ്പായിട്ടും ജിൻഡോ ചേട്ടൻ ഒരു ദിവസം കൂടി കൊണ്ടുവരണം. ഞാനിപ്പോൾ ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണമെന്ന് എനിക്ക് അറിയാം. ബ്രോ ഇനി ഇപ്പോൾ തിരിച്ച് പോകാൻ താല്പര്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ എത്ര പ്രാവശ്യം പറയണം, ഞാൻ പോകാൻ വേണ്ടി നിങ്ങൾ എന്നെ വിടും. ഇല്ല, പോകാൻ എനിക്ക് താല്പര്യമുണ്ട് സത്യം. അതായത് ഇപ്പോൾ ഇന്ന് ഞാൻ പ്രൊമോ കണ്ടു. അതായത് നാളെ എന്തോ ഹോട്ടലിൻ്റെ ടാസ്ക്കാണ് തുടങ്ങിയതെന്ന്. അപ്പോൾ ഇപ്പോൾ ടാസ്ക് അവിടെ തുടങ്ങിയിട്ടുണ്ടാവും, പകുതി ആയിട്ടുണ്ടാവും. പക്ഷെ അത് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു. കളിക്കാൻ രസമുള്ള പരിപാടിയായിരുന്നു ഗെയിം. അത് അങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു മിസ്സിങ് ഫീലിംഗ് വരുന്നത്. അതായത് നമുക്ക് എൻജോയ് ചെയ്ത് കളിക്കാൻ പറ്റിയിരുന്ന അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്ന ഒരു സ്പേസിൽ നമ്മൾ അവിടെ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കുള്ളൊരു ഫോമോ ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ഉണ്ട്. അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. ഞാനിപ്പോഴും ആ ഇതിൽ തന്നെ എന്നും ഓട്ടത്തിലായതുകൊണ്ട് അതിൻ്റെ ക്ഷീണത്തിൽ തന്നെയാണ്. പക്ഷേ ആ ഒരു ഹാങ് ഓവർ പോകും, 2 ദിവസത്തിൽ മാറുമായിരിക്കും. എന്തെങ്കിലും കണ്ടോ? കട്ട്സോ ട്രോൾസോ? കണ്ടു. ഞാൻ കുറേ പരിപാടികളൊക്കെ കണ്ടു. ഓബ്വിയസ്ലി ഞാൻ അത് എക്സ്പെക്റ്റഡ് ആണ്. അവിടെ പോകുന്നതിന് മുമ്പേ ഓൾറെഡി മനസ്സിലുണ്ടായിരുന്നു നെഗറ്റീവും പോസിറ്റീവും എന്തായാലും ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ അതിൽ അത്ഭുതമൊന്നുമില്ല. പിന്നെ എനിക്ക് അകത്ത് നിൽക്കുമ്പോഴും അറിയാം ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവായിട്ടേ പോവുള്ളൂ എന്നുള്ളത്. അതൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാണല്ലോ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അറിഞ്ഞുകൊണ്ടല്ല, എൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് നെഗറ്റീവ് വന്നാലും അതിനെ നേരിടും എന്നുള്ള ഉറപ്പ്. നേരത്തെ ഔട്ടായിരുന്നു, അതായത് ആരെങ്കിലും ഔട്ട് ആവണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്ന് തോന്നുമായിരുന്നു? ഔട്ട് ആവണ്ടായിരുന്നു ഗെയിമർ ആയതുകൊണ്ടല്ല, ഔട്ട് ആവണ്ടായിരുന്നു എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സുരേഷ് ചേട്ടൻ. ഇല്ല, എനിക്ക് ഫോൺ കിട്ടിയ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് എനിക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല. എനിക്കിപ്പോൾ ഓരോരുത്തരായിട്ട് വിളിക്കണം. എനിക്ക് നമ്പർ ഒപ്പിക്കാനായിട്ട് എന്താ വഴിയെന്ന് അറിഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ നോക്കിയിട്ട് ഓരോരുത്തർക്കൊക്കെ ഫോളോ അപ്പ് ചെയ്ത് തുടങ്ങണം. എനിക്ക് പതുക്കെ ഒന്നിനും സമയം കിട്ടിയിട്ടില്ല. ആദ്യം തന്നെ ഒന്ന് പ്രോപ്പറായിട്ടൊരു സ്ലീപ്പ് റെസ്റ്റ് ആയിട്ടില്ല. കാരണം ഫുള്ള് ഇന്നത്തെ ദിവസം നല്ല ഹെക്ടിക് ആയിരുന്നു വന്നതിന് ശേഷം.